അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 2ാം ക്ലാസ്സിൻ്റെ അഖീദ എന്ന വിഷയത്തിൽ മുൻ വർഷങ്ങളിലെ കൊല്ലപരീക്ഷയ്ക്ക് വന്ന ചോദ്യപേപ്പറാണ്. ഒന്നാമത്തെ ഭാഗം നോക്കാം. ശരിക്ക് ശരി നൽകാം. അപ്പോൾ താഴെ 6ഓളം ചോദ്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. അപ്പം ഓരോന്നിനും 2 ഉത്തരങ്ങൾ വീതം നൽകിയിട്ടുണ്ട്. ഏതാണോ ശരി അതിന് നേരെ മാത്രം ശരി അടയാളപ്പെടുത്തുക. ഒന്നാമത്തെ ചോദ്യം, ഈ ലോകം നശിക്കുന്ന നാളിന് പറയും. പെരുന്നാൾ നാള്, ഖിയാമത്ത് നാള്. അപ്പോൾ ഏതാണ്? ഖിയാമത്ത് നാൾ എന്നുള്ളതാണ് ശരി. അതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. രണ്ടാമത്തെ ചോദ്യം, സൂറിൽ ഊതുന്ന മലക്ക് അസുറായിൽ അലൈഹിസ്സലാം, ഇസ്റാഫീൽ അലൈഹിസ്സലാം. ഏതാണ്? ഇസ്റാഫീൽ അലൈഹിസ്സലാം എന്നുള്ളതാണ്. അതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. മൂന്നാമത്തെ ചോദ്യം, അള്ളാഹു കത്തിജ്വലിക്കുന്ന നരകത്തിൽ ഇടും ദുർജനങ്ങളെ സജ്ജനങ്ങളെ. ഏതാണ്? ദുർജനങ്ങളെ എന്നുള്ളതാണ് ശരി. അതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. നാലാമത്തെ ചോദ്യം, ജനിക്കുന്നതിന് മുമ്പ് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതാവ് മരണപ്പെട്ടു, പിതാവ് മരണപ്പെട്ടു. ഏതാണ് ശരി? പിതാവ് മരണപ്പെട്ടു എന്നുള്ളതാണ്. അതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. ഇനി അഞ്ചാമത്തെ ചോദ്യം, നല്ലതും ചീത്തയുമായ എല്ലാം ഉണ്ടാവുന്നത് അള്ളാഹുവിൻ്റെ വിധി അനുസരിച്ചാണ്, വിധി അനുസരിച്ചല്ല. അപ്പോൾ അവിടെ വിധി അനുസരിച്ചാണ് എന്നുള്ളതാണ് ശരി. അതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. ഇനി ആറാമത്തത്, സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ദാവൂദ് നബി അലൈഹിസ്സലാം. അപ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നുള്ളതാണ് ശരി. അതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. അപ്പം ഒന്നാമത്തേത് ഖിയാമത്ത് നാൾ എന്നുള്ളതാണ് ശരി. രണ്ടാമത്തേത് ഇസ്റാഫീൽ അലൈഹിസ്സലാം. മൂന്നാമത്തേത് ദുർജനങ്ങളെ. നാലാമത്തേത് പിതാവ് മരണപ്പെട്ടു. അഞ്ചാമത്തേത് വിധി അനുസരിച്ചാണ്. ആറാമത്തേത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി രണ്ടാമത്തെ പ്രവർത്തനം, യോജിച്ചവ ചേർക്കാം എന്നുള്ളതാണ്. 5ഓളം ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഓരോന്നിനോടും യോജിച്ചത് ആ ബോക്സിൽ നിന്നും എടുത്തെഴുതാനാണ് പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, നമ്മുടെ നബിയുടെ ഗോത്രം. അപ്പോൾ നമുക്ക് ആദ്യം ആ ഒരു ബോക്സിലുള്ളതൊന്ന് വായിച്ചു നോക്കാം. മദീനയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായി. ഖുറൈശ്, അംബിയ, മുർസലുകൾ, ഹാഷിമി. അപ്പോൾ നമ്മുടെ നബിയുടെ ഗോത്രം ഏതാണ്? ഖുറൈശ് എന്നുള്ളതാണ്. അപ്പോൾ അതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. രണ്ടാമത്തത്, നമ്മുടെ നബിയുടെ വംശം ഏതാണ്? ഹാഷിമി എന്നുള്ളതാണ്. അപ്പോൾ ഹാഷിമി എന്നുള്ളതിന് നേരെ അതെന്താക്കുക? എടുത്ത് എഴുതുക. ഒരു ബോക്സിൽ നിന്നും എടുത്തെഴുതുക. അപ്പോൾ ഒന്നാമത്തത് ഖുറൈശ് എന്നുള്ളതാണ്, അതെടുത്ത് എഴുതുക. രണ്ടാമത്തത് ഹാഷിമി എന്നുള്ളതാണ്, അത് ആ ഒരു ബോക്സിൽ നിന്നും എടുത്തെഴുതുക. മൂന്നാമത്തത്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ പോയത് മദീനയിലേക്ക്. അപ്പോൾ മദീനയിലേക്ക് എന്നുള്ളതാണ് ആ ഒരു ബോക്സിൽ നിന്നും എടുത്ത് എഴുതാനുള്ളത്. ഇനി നാലാമത്തത്, 63 വയസ്സായപ്പോൾ അവിടെ എന്താണ് എഴുതാനുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായി. അപ്പോൾ അതവിടെ എടുത്തെഴുതുക. അഞ്ചാമത്തത്, പരമ വിശ്വസ്തരാണവർ അംബിയ, മുർസലുകൾ. അപ്പോൾ അവിടെ അംബിയ, മുർസലുകൾ എന്ന് എഴുതി കൊടുക്കുക. ഇനി മൂന്നാമത്തെ പ്രവർത്തനമാണ്, പൂർത്തിയാക്കാം. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാ സൃഷ്ടികളിലേക്കും അയക്കപ്പെട്ട നബിയാണ്. അപ്പോൾ അവിടെ നബിയാണ് എന്ന് എഴുതി കൊടുക്കുക. രണ്ടാമത്തത്, ആദ്യ മനുഷ്യനായ ആദം നബി അലൈഹിസ്സലാമാണ് ആദ്യത്തെ നബി. അപ്പോൾ അവിടെ ആദ്യത്തെ നബി എന്നുള്ളത് എഴുതുക. മൂന്നാമത്തെ ചോദ്യം, ജീവികളിൽ ഉത്കൃഷ്ടരാണ് മനുഷ്യർ. അപ്പോൾ അവിടെ മനുഷ്യർ എന്ന് എഴുതി കൊടുക്കുക. നാലാമത്തത്, മലക്കുകൾ എപ്പോഴും അള്ളാഹുവിന് വഴിപ്പെട്ട് കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് എഴുതാനുള്ളത്. ഇനി അടുത്തത് നാലാമത്തെ ഭാഗം, ഉത്തരം എഴുതാം എന്നുള്ളതാണ്. അവിടെ 4ഓളം ചോദ്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഓരോന്നിനും ശരിയായിട്ടുള്ള രൂപത്തിൽ ഉത്തരം എഴുതുക. അപ്പോൾ ഒന്നാമത്തേത് നോക്കാം. ഖദർ എന്നതിന് പറയാവുന്ന മറ്റൊരു വാക്ക്.
എന്താണ്? ഖലാ. അപ്പോൾ അവിടെ ഖലാ എന്ന് എഴുതി കൊടുക്കുക. രണ്ടാമത്തത്, ഒരു കാര്യം നാളെ ഞാൻ ചെയ്യുമെന്ന് നീ പറയരുത്. എന്ത് പറയാതെ? അപ്പോൾ ഒരു കാര്യം നാളെ ഞാൻ ചെയ്യുമെന്ന് നീ പറയരുത്. എന്ത് പറയാതെ? ഉത്തരം ഇൻഷാ അള്ളാഹ് എന്ന് പറയാതെ. അപ്പം നമ്മൾ എന്ത് കാര്യങ്ങൾ നാളെ ചെയ്യും എന്ന് പറയുമ്പോഴും അതിൻ്റെ കൂടെ എന്ത് പറയണം? ഇൻഷാ അള്ളാഹ് എന്ന് പറയണം. ഉദാഹരണത്തിന് നാളെ ഞാൻ ഇന്ന സ്ഥലത്ത് അഥവാ ഒരു കോഴിക്കോട് പോകും എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ അതിന് മുന്നേ ഇൻഷാ അള്ളാഹ് എന്ന് പറയണം. മൂന്നാമത്തത്, ഈമാൻ കാര്യങ്ങൾ എന്ന് പറയുന്നു ഏതിന്? അപ്പം ഈമാൻ കാര്യങ്ങൾ എന്ന് പറയുന്നു ഏതിന്? ഉത്തരം അടിസ്ഥാനപരമായി വിശ്വസിക്കേണ്ടുന്ന കാര്യങ്ങൾക്ക്. അപ്പം അടിസ്ഥാനപരമായി വിശ്വസിക്കേണ്ടുന്ന കാര്യങ്ങൾക്കാണ് ഈമാൻ കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇനി നാലാമത്തെ ചോദ്യമാണ്, മുസ്ലിങ്ങൾ ആരാണ്? ഉത്തരം ഇസ്ലാം മതം സ്വീകരിച്ചവരാണ് മുസ്ലിങ്ങൾ. ഇനി അഞ്ചാമത്തെ പ്രവർത്തനമാണ് പൂരിപ്പിക്കാം. ഒന്നാമത്തത്, ആരാധനക്ക് ഡേഷ് അള്ളാഹു മാത്രമാണ്. അപ്പോൾ അവിടെ അർഹൻ എന്നുള്ളതാണ് നമ്മൾ എഴുതി കൊടുക്കാനുള്ളത്. അപ്പോൾ അതെങ്ങനെ വായിക്കും? ആരാധനക്ക് അർഹൻ അള്ളാഹു മാത്രമാണ്. രണ്ടാമത്തേത്, എന്ത് ഗുണം ലഭിച്ചാലും ഡേഷ് എന്ന് പറയണം. എന്താണ് പറയേണ്ടത്? അൽഹംദുലില്ലാഹ്. അപ്പോൾ അവിടെ അൽഹംദുലില്ലാഹ് എന്നുള്ളത് എഴുതി കൊടുക്കുക. മൂന്നാമത്തെ ചോദ്യം, മലക്കുകളുടെ എണ്ണം ഡാഷ് മാത്രമേ അറിയുകയുള്ളൂ. അപ്പോൾ അവിടെ അള്ളാഹുവിന് എന്നുള്ളതാണ്. അപ്പോൾ അത് കൂട്ടി വായിക്കുമ്പോൾ എങ്ങനെ വരും? മലക്കുകളുടെ എണ്ണം അള്ളാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ എന്ന് വരും. ഇനി ആറാമത്തെ ഭാഗം 2 വീതം എഴുതാം എന്നുള്ളതാണ്. ഒന്നാമത്തെ ചോദ്യം ഈമാൻ കാര്യങ്ങൾ. അപ്പോൾ ഈമാൻ കാര്യങ്ങൾ 6 കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഏതെങ്കിലും 2 മാത്രം അവിടെ എഴുതി കൊടുക്കുക. ഏതെല്ലാമാണ് നമ്മൾ പഠിച്ചത്? ഒന്നാമത്തത് അള്ളാഹുവിൽ വിശ്വസിക്കുക, 2 അള്ളാഹുവിൻ്റെ മലക്കുകളിൽ വിശ്വസിക്കുക, മൂന്നാമത്തത് അള്ളാഹുവിൻ്റെ കിതാബുകളിൽ വിശ്വസിക്കുക, നാലാമത്തത് അള്ളാഹുവിൻ്റെ മുർസലുകളിൽ വിശ്വസിക്കുക, അഞ്ചാമത്തത് അവസാന നാളിൽ വിശ്വസിക്കുക, ആറാമത്തത് നന്മയും തിന്മയുമായ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൽ നിന്നാണെന്ന് വിശ്വസിക്കുക. അപ്പോൾ ഏതെങ്കിലും 2 മാത്രം അവിടെ എഴുതി കൊടുക്കുക. ഇനി രണ്ടാമത്തെ ചോദ്യമാണ് കിതാബുകൾ. അപ്പോൾ നമ്മൾ 4ഓളം കിതാബുകൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഏതെങ്കിലും 2 മാത്രമാണ് അവിടെ എഴുതി കൊടുക്കാനുള്ളത്. അപ്പോൾ നമ്മൾ പഠിച്ചത് ഏതെല്ലാമാണ്? തൗറാത്ത്, സബൂർ, ഇഞ്ചീല്, ഖുർആൻ. അപ്പം ഇങ്ങനെയുള്ള കിതാബുകളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അതൊക്കെ ഇറക്കപ്പെട്ട നബിമാരുടെ പേരും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഏതെങ്കിലും 2 മാത്രമാണ് ഇവിടെ എഴുതി കൊടുക്കാനുള്ളത്. ഒന്ന് തൗറാത്ത് എഴുതാം, രണ്ടാമത്തത് സബൂർ എഴുതാം. അപ്പോൾ ദുആ വസിയത്തോടെ നിർത്തുന്നു. വആഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.